യേശുവാണ് നാമത്തിൽ. സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്ന് വന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്ന് നല്ലൊരു ദിവസമാണ്, ശബാത്ത് ദിവസം. ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ഒരു ദിവസമാണിന്ന്. 6 ദിവസം സകലതും സൃഷ്ടിച്ച് 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ഒരു ദിവസമാണ്. ദൈവം സ്വസ്ഥമായിരുന്ന ഒരു ദിവസം. ആ സ്വസ്ഥത മനുഷ്യർക്ക് തന്നിരിക്കുന്നു. ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാവരും ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയുവാൻ അവരുടെ ഹൃദയങ്ങളിൽ ദൈവം വചനത്തെ നൽകും. ഈ സ്വസ്ഥത എന്താണെന്ന് ചോദിച്ചാൽ, വെള്ളിയാഴ്ച സന്ധ്യ മുതൽ ശനിയാഴ്ച സന്ധ്യ വരെ 24 മണിക്കൂറും ദൈവകാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കാം. പുറത്ത് പൈസ മേടിക്കുന്ന യാതൊരു ജോലിയിലും ഏർപ്പെടാതെ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനാണ് ഇന്നത്തെ ദിവസത്തെ. യാതൊരു ജോലിയും ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു പശുവോ ആടോ മൃഗങ്ങളൊക്കെ ഉണ്ട്, അതിന് തീറ്റി കൊടുക്കണം, അതിനെ അഴിച്ചു കെട്ടണം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോൾ അസുഖമായി കിടക്കുന്നവരെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മ 2-3 വർഷമായിട്ട് ഇങ്ങനെ അസുഖമായിട്ട് എൻ്റെ കുടുംബത്ത് കിടക്കുന്നു. ഞാൻ താമസിക്കുന്ന ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരത്തിലാണ്. അവിടുന്ന് വന്ന് ഇവിടെ 3-4 നേരം അമ്മയെ നോക്കണം. അപ്പോൾ അത് നോക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒഴിച്ചുകൂടാത്ത ജോലികളൊക്കെ ചെയ്യാം. വ്യർത്ഥ കാര്യങ്ങളോ മറ്റ് കാര്യത്തിലോ മറ്റ് ജോലിയിലോ ഒന്നും ഇടപെടാൻ പറ്റത്തില്ല. ഇനിയും പൈസ തരാനുള്ളവർ പോലും തന്നാൽ തന്നെ വാങ്ങത്തില്ല. അങ്ങനത്തെയൊക്കെ ഒരു കൽപ്പനയാണ് ദൈവം തന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം റെസ്റ്റ് ദിവസമാണ്. ദൈവപുത്രൻ ഇസ്രായേലിൽ വന്നപ്പോഴും നല്ലത് ചെയ്തപ്പോൾ, രോഗികളെ സൗഖ്യമാക്കിയപ്പോഴും മരിച്ചവരെ ഉയർപ്പിച്ചപ്പോഴും ഒക്കെ യഹൂദന്മാർ തന്നെ ദൈവപുത്രനോട് എതിർത്തു. നീ ശബത്തിനെ ലംഘിക്കുന്നു, ശബത്തില്ല എന്ന് പറയുന്നു എന്നൊക്കെ. അന്നും ദൈവപുത്രൻ എന്താണ് പറഞ്ഞത്? നല്ലത് ചെയ്യാം, നല്ല പ്രവൃത്തികൾ ചെയ്യാനുള്ള ദിവസമാണ്, അനുഗ്രഹിച്ച ദിവസമാണ്, ദൈവം പ്രവർത്തിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. അത് നല്ലത് ചെയ്യാമെന്ന് തന്നെയാണ് ദൈവപുത്രൻ പഠിപ്പിച്ചത്. അതിന് വിപരീതമായി അവർ ദൈവപുത്രനെ അടിക്കുവാനും ക്രൂശിക്കുവാനും ഒക്കെ നോക്കിയില്ലേ. അപ്പോൾ സമയമായപ്പോൾ ദൈവത്തിൻ്റെ ആ പ്രവൃത്തി അവിടെ നിറവേറണമായിരുന്നു. ഇസ്രായേലിൽ യഹൂദന്മാർക്ക് അവർ തന്നെയാണ് എതിർത്ത് ആ ക്രൂശിക്കാൻ വേണ്ടി, ആ ദൈവപുത്രനെ ക്രൂശിക്കാൻ വേണ്ടി അവർ തന്നെയാണ് മുൻകൈയെടുത്തത്. കാര്യം അവർക്ക് സീനായി മലയിൽ മോശ മുഖാന്തരം കൊടുത്ത കൽപ്പനകൾ, ആ മോശയിൽ കൂടെ കൊടുത്ത കൽപ്പനകൾ അവർ വിശ്വസിച്ച് അതിൽ ഉറച്ചു നിൽക്കുന്ന ആ പിതാവായ ദൈവത്തെ അവർ നല്ല എരിവോടെ, നല്ല ആത്മാർത്ഥതയോടെ ഇപ്പോഴും അവർ വിളിക്കുന്നു. പക്ഷെങ്കിൽ നമ്മുടെ ഇടയിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ
ഈ ആരാധനകൾ വന്നപ്പോൾ ഈ ശബത്ത് മാറിപ്പോയി, ഇതിനിയും വേണ്ട എന്നുള്ള പഠിപ്പീരുകളാണ് നമ്മുടെ ഇടയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞു പോയതാണ്, ഇതിനിയും വേണ്ട എന്ന്. പക്ഷേ പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ ഈ കൽപ്പനകൾ കിടപ്പുണ്ട്. 10 കൽപ്പന അവിടെ എഴുതിയിട്ടുണ്ട്. ആ 10 കൽപ്പനയിൽ 4-ാം കൽപ്പനയാണ് ഈ ശബത്ത് എന്ന സ്വസ്ഥത. ഇന്നൊരു ജോലിയും ചെയ്യരുതെന്ന് തന്നെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൽ അവരിപ്പോഴും ആ ദൈവം പറഞ്ഞ കൽപ്പനകൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിക്കുമ്പോൾ ആര് വിളിച്ചാലും, ക്രിസ്ത്യാനികളൊന്നും അങ്ങനൊന്നും ഇല്ല, ഏത് ജാതിയിൽപ്പെട്ടവർക്കും ഈ ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിക്കാം. അപ്പോൾ ഈ കൽപ്പനകൾ അനുസരിക്കണം. കൽപ്പനകൾ അനുസരിക്കാതെ ദൈവത്തിൻ്റെ വചനങ്ങൾ ഈ ലോകത്തിൻ്റെ ജ്ഞാനവും ഈ ലോകത്തിൻ്റെ അറിവും വെച്ച് ബൈബിൾ വായിച്ച് അതിനെ കൂട്ടിക്കളയുന്ന അനേകർ ശബത്തില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെയും വരുവാനുള്ള, ഈ ലോകത്തല്ല വരുവാനുള്ള സ്വസ്ഥതയാണ് എന്നൊക്കെയാണ്. പക്ഷെങ്കിൽ ഈ ലോകത്ത് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാത്ത ഒരാളിന് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയില്ല. അത് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഈ ഞായറാഴ്ച ദിവസത്തെ ഉള്ള ആരാധനയും ഈ പഠിപ്പീരുകളും വന്നപ്പോൾ ഈ ലോകപ്രകാരം അങ്ങ് പോകുന്നു. പക്ഷേ ഇസ്രായേലിലോ, ആ ഇസ്രായേലിൻ്റെ ദൈവം പറഞ്ഞ ദിവസം ഞായറാഴ്ചയല്ല, ശനിയാഴ്ചയാണ്. ആ ഇസ്രായേലിനെ നോക്കുമ്പോൾ, ആ ഇസ്രായേലിൽ കൂടെ വന്ന വചനത്തെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പല വെളിപ്പാടുകളും കിട്ടും. വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ നമുക്ക് വരം നൽകും. സ്വയമായിട്ട് ബൈബിൾ വായിച്ച് അതിനെ ഫോളോ ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അത് സഭകളിലൊക്കെ ഇനി ഇത് പഠിപ്പിക്കത്തില്ല. പുതിയതായിട്ടൊരു പഠിപ്പീരിനി അവിടെ പഠിപ്പിക്കത്തില്ല. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ക്രിസ്ത്യാനികളൊക്കെ ചിലപ്പം വിചാരിക്കും, ഈ ഇത്രയും നാൾ ഞങ്ങൾ ആരാധിച്ച് വന്ന ഈ ദിവസത്തെ മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ദിവസത്തെ മാറ്റിയാൽ ഞങ്ങൾ പല ജോലികളും നഷ്ടപ്പെടത്തില്ലേ? ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ കാണും. പക്ഷെ ദൈവത്തെ അറിയണം എന്നാഗ്രഹിക്കുന്നവർ ബൈബിൾ വായിച്ച് ആ ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ ഇസ്രായേലിൻ്റെ ദൈവം പറഞ്ഞ വചനങ്ങളൊക്കെ വായിച്ച് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാര്യം ഞാനിപ്പം പല വീഡിയോകളും, ക്രിസ്ത്യാനികളുടെ പല വീഡിയോകളും കാണുന്നത്, എല്ലാവരും ഭയങ്കര വചനങ്ങൾ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ കൽപ്പനകൾ അനുസരിക്കുവാൻ ആരും തയ്യാറാകുന്നില്ല. അപ്പോൾ ഈ വചനങ്ങളൊക്കെ കേട്ട് മനസ്സിലായത് എന്താണ്? മാനുഷിക കൽപ്പനകൾ. ഓരോരുത്തർ ഓരോ സഭകൾ ഉണ്ടാക്കുന്നു. ആ സഭകളിൽ പോയിരുന്ന് ഈ ലോകത്ത് ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ വേണം, ഈ ലോകത്ത് ജീവിക്കാൻ പണം വേണം, അല്ലെ വീട് വേണം, മറ്റു കാര്യത്തിലൊക്കെ ഇങ്ങനെ രോഗസൗഖ്യം വേണം. ഇങ്ങനെയുള്ള കാര്യത്തിലാണ് ആൾക്കാരുടെ പോക്ക്. പക്ഷെങ്കിൽ ദൈവത്തെ അറിയുന്ന ഒരു മനുഷ്യൻ എന്തിനാണ് അവൻ ദൈവത്തെ അറിയുന്നത്? ഈ ലോകത്തെ കോടികളുണ്ടാക്കിയാലും അവൻ ഈ ലോകത്ത് എന്നും ജീവിക്കാൻ പറ്റത്തില്ല. അവൻ്റെ ജീവിതം ഒരു താൽക്കാലിക ജീവിതമാണ്. ഈ പണം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവൻ തട്ടിപ്പോയാൽ പോയില്ലേ, ഇവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. ആ ദൈവം പറഞ്ഞിരിക്കുന്ന ആ വ്യവസ്ഥയിൽ എത്താൻ പറ്റത്തില്ല. ആ നിത്യജീവൻ
കിട്ടുവാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം ലോകത്തെ സ്നേഹിച്ചാൽ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കി. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം പോഷന്മാരെ തിരഞ്ഞെടുത്തു. എനിക്കിപ്പോൾ ഇത് പറയുമ്പം ആൾക്കാർക്ക് പക്ഷേ തോന്നും, ഇവൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രയാസങ്ങളാണ് എനിക്കുള്ളത്. 4 വശത്തൂടെ പ്രശ്നങ്ങളാണ്. കുടുംബത്തിൽ പ്രശ്നം, പണത്തിൻ്റെ പ്രശ്നം, മറ്റ് പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. എല്ലാ ചുറ്റുപാടുകളും ബ്ലോക്കായി കിടക്കുന്നു. പക്ഷെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നത്തിൽ കൂടെ ധൈര്യത്തോടെ പോകുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിഞ്ഞപ്പം മുതൽ ഈ ശബത്ത് എന്ന ദിവസത്തെ മാറ്റി എങ്ങനെയെങ്കിലും ഇവനെ തെറ്റിച്ച് കളയണം എന്നുള്ള ആ പൈശാചിക അദൃശ്യ മണ്ഡലത്തിലെ എന്താണ് പറയുന്നത്, ആ പോരാട്ടം. പക്ഷെങ്കിൽ ഈ ദൈവത്തെ അറിയുവാൻ എനിക്ക് ആത്മാർത്ഥമായി ദൈവത്തെ അറിയണം. ഈ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രവേശിക്കണം. ആ നിത്യജീവൻ വേണം. ആത്മാവിനെ കളയാതെ ആ നിത്യജീവനിലേക്ക് പ്രവേശിക്കണം. അതാണ് എൻ്റെ ഏറ്റവും എനിക്ക് ആഗ്രഹമുള്ളത്. കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടണം. കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. കാര്യം, കർത്താവിൻ്റെ വരവെങ്കിൽ വിശുദ്ധന്മാർ മരിച്ചിട്ടുണ്ടെങ്കിൽ, തൻ്റെ പുത്രന്മാർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ ഉയർത്തെഴുന്നേൽക്കും. അത് കഴിഞ്ഞ് ദൈവത്തെ അറിയുന്ന ഭക്തന്മാരായാലും പുത്രന്മാരായാലും അവർ രൂപാന്തരം പ്രാപിച്ച് കർത്താവിൻ്റെ വരവ് മധ്യാകാശത്തുണ്ട്. ആ സമയം എടുക്കപ്പെടും. കർത്താവിനെ എതിരേൽക്കാനാണ് പോകുന്നത്. എതിരേറ്റ് കർത്താവിനോട് കൂടി ആ ഒലിവുമലയിൽ ആ ഇസ്രായേലിലോട്ട് പോകുമ്പോൾ ഒരു ആർമിയായി പോകണം, ഒരു വിശുദ്ധനായി പോകണം. ആ വിശുദ്ധന്മാർക്ക് അല്ലെ പുത്രന്മാർക്ക് ആ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് ആ ദൈവത്തെ അനുകരിക്കുന്ന, ആ വചനത്തെ അനുകരിക്കുന്ന, ആ വചനം വിശ്വസിച്ച് നമ്മൾ ഇരിക്കുന്നവർക്കാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇസ്രായേലിലൊരു 1000 ആണ്ട് ഭരണം തൻ്റെ പുത്രന്മാരൊക്കെ ആയി. ആ ഭരണത്തിൽ നമുക്കും ഈ ദൈവത്തെ അറിയുന്ന ഏതൊരാൾക്കും ഇത് സാധിക്കും. ഇതൊക്കെ ആത്മാവിലുള്ള കാര്യങ്ങളാണ്. ആ ദൈവാത്മാവ് ഉള്ളിൽ വരുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കുവാൻ പറ്റത്തുള്ളൂ. ലോകത്ത് ജീവിക്കാൻ വേണ്ടി പാടുപെടുന്നവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഈ ലോകം പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദൈവരാജ്യം പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ 6-7 വർഷമായി ദൈവരാജ്യത്തെ പറ്റി പഠിക്കണം എന്ന് തീരുമാനിച്ചു. 1 വർഷം കഴിഞ്ഞപ്പം മുതൽ എനിക്ക് പല പ്രശ്നങ്ങളും വന്നു. കാര്യം, പഠിക്കുന്നവർക്കാണല്ലോ പരീക്ഷയുള്ളത്. നമ്മളൊരു കുട്ടിയെ പഠിക്കാൻ വിട്ടാൽ, എന്ത് പഠിക്കാൻ വിട്ടാലും അതിന് പരീക്ഷകളുണ്ട്. ചെറിയ ചെറിയ പരീക്ഷകളൊക്കെ വിജയിച്ച് ആ വലിയ പരീക്ഷകൾ ഉണ്ടല്ലോ. അപ്പോൾ ആ പരീക്ഷകളെല്ലാം ജയിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം പല പ്രശ്നങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകണം. പ്രശ്നങ്ങളില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ദൈവത്തെ വിളിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം പരീക്ഷകൾ തന്നെ നമ്മൾ സഹിക്കണം. സഹിഷ്ണുതയുള്ള എൻ്റെ വചനം കാത്താൽ ഞാൻ നിന്നെ കാക്കുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. അപ്പം സഹിഷ്ണുതയുള്ള ആ വചനം നമ്മൾ കാക്കണം. പരീക്ഷ എഴുതി അതിൽ ജയിക്കുന്ന കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ.
അല്ല തോറ്റ ഒരാൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. അപ്പം ജീവൻ്റെ കിരീടം പ്രാപിക്കണം എന്നുള്ളവർക്ക് ഈ പരീക്ഷകളൊക്കെ നോക്കി ഇതിനെ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഈ ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറമോട്ട് നോക്കല്ല, മുന്നോട്ട് തന്നെ നോക്കാനാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും ഈ ദൈവത്തോട് ചേരുവാൻ എല്ലാവരും ആഗ്രഹിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ ശബാത്തിനെ ഫോളോ ചെയ്യണം. ഞായറാഴ്ച ഒരു ദിവസത്തിൽ ആരാധിക്കുവാനോ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസത്തെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച ദിവസമാണെന്ന് പറയാനോ ഒന്നും ബൈബിൾ വായിച്ചാൽ നമുക്ക് അതിനകത്തൊന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. പിന്നെ മാനുഷിക കൽപ്പനയ്ക്ക് അടിമയായിരിക്കുന്നവരോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ദൈവത്തിൻ്റെ വചനങ്ങൾ വായിച്ച് അതിൽ വിശ്വസിക്കുന്നവർക്കാണ് അത് സ്വീകരിക്കണം. അല്ലാതെ വായിച്ചിട്ട് അത് വായിച്ച് ഇങ്ങനെ വിടുന്നതല്ലാതെ അതിനെ നമ്മൾ സ്വീകരിച്ച് അതിനെ ആ വചനത്തിൽ സ്നേഹിച്ച് ആ വചനത്തെ സ്വീകരിച്ചെങ്കിലേ നമ്മുടെ ഹൃദയത്തിൽ ആ വചനം നമ്മൾ പ്രവർത്തിക്കത്തുള്ളൂ. ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ രോമങ്ങളൊക്കെ എതിർത്ത് നിൽക്കും. കാര്യം ആ ദൈവത്തോട്, ആ ദൈവത്തിൻ്റെ ആ ഇസ്രായേൽ യഹൂദന്മാർ, ആ സഹോദരങ്ങളെന്ന് കേൾക്കുമ്പോൾ കാര്യം കാട്ടൊലിവായ എന്നെ എടുത്ത് നാട്ടൊലിവിൽ ഒട്ടിച്ചു. അപ്പം ആ ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ അവകാശിയായി, ആ ഇസ്രായേലിൽ ആ ദൈവത്തിൻ്റെ ഭവനത്തിൽ അവകാശിയായി. യഹൂദനെന്നോ യവനെന്നോ ഒന്നുമില്ല, ആർക്കും ഈ ദൈവത്തോടടുത്തിയല്ല. ദൈവമുണ്ടെന്ന് അറിയണമെങ്കിൽ തന്നെ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. ഈ ഇസ്രായേലിൻ്റെ പറ്റി അറിയുമ്പോഴും ആ ഇസ്രായേലിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലൊരു എരിവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇസ്രായേലിൻ്റെ ദൈവത്തോട് നമ്മൾ അടുത്തു എന്നുള്ളതാണ് കാര്യം. ഈ ലോകത്ത് പല പഠിപ്പീരുകളുണ്ട്, പല രീതിയിലാണ് ദൈവത്തെ വിളിക്കുന്നത് ആൾക്കാർ. അവനോൻ സഭകളെന്ന് പറഞ്ഞ് പലരും ഓരോ സഭകളുണ്ടാക്കിയിരിക്കുന്നു. അപ്പം ഭയങ്കര പഠിപ്പും ജ്ഞാനവും അറിവുമൊക്കെ വെച്ച് ആൾക്കാർ ദൈവവചനത്തെ കൂട്ടിക്കളയുന്നു. ഞാനാണ് അപ്പോസ്തലൻ, ഞാനാണ് പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും പലരെയും തെറ്റിച്ച് കളയുന്നു. ദൈവം പറഞ്ഞിരിക്കുന്ന യാതൊരു കൽപ്പനകളും അനുസരിക്കണമെന്ന് ആർക്കും തോന്നുന്നില്ല. വിഗ്രഹങ്ങളെ ഒന്നും ഉണ്ടാക്കരുത്, അതിനെ ആരാധിക്കരുത്, അല്ലെങ്കിൽ ദിവ്യാഗ്രഹ മോഹങ്ങളാൽ നിങ്ങൾ സുവിശേഷം പറയരുത്, മറ്റുള്ളവരെ മോഹിക്കരുത്, മറ്റുള്ളവരുടെ പണം മോഹിക്കല്ല, അല്ലെ അവരുടെ സ്വത്ത് മോഹിക്കല്ല, അവരുടെ ഭാര്യമാരെ മോഹിക്കല്ല, അവരുടെ സ്വത്തുക്കൾ യാതൊന്നും മോഹിക്കല്ലെന്നൊക്കെ പറയുന്നത്. ഇപ്പോഴതൊന്നും അല്ലല്ലോ നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിവുള്ളത് തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് പിള്ളേരായി കഴിഞ്ഞാൽ തന്നെ വേറെ ഇട്ടേച്ച് വേറെ പോകുന്ന പരിപാടികളും അവരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതായ സഭകളൊക്കെയാണ് ഇപ്പോൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം എതിർ ക്രിസ്തുവിന് വഴിയൊരുക്കി കൊടുക്കുന്നു. ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ ആൾക്കാർ കുറവാണ്. ഈ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ ബൈബിളിൽ നമുക്ക് മലയാളത്തിൽ തർജിമ ചെയ്തിരിക്കുന്നു. ദൈവത്തെ കയറി അവനെന്നും ഇവനെന്നും, പുത്രനെ അവൻ, പിതാവിനെ അവൻ, സാത്താൻ അവൻ, എല്ലാവരെയും ഒരുപോലെ സംബോധന ചെയ്ത് എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു പോകുന്നു ബൈബിള് വായിക്കുമ്പോൾ. ഈ ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ദൈവം
നമ്മുടെ പിതാവാണ്. ആ പിതാവിനെ കയറി അവനെന്നുമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെളിപ്പാടുകൾ കിട്ടത്തില്ല. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടത്തില്ല. ഞാൻ ഈ പല വീഡിയോകളും കണ്ടപ്പോഴും ഇതൊക്കെ നമുക്കിപ്പം ഒരു ഇടർച്ചയായി തോന്നുകയാണ്. കാര്യം കേരളക്കാർക്ക് മലയാളത്തിൽ ഒരു യേശു ക്രിസ്തു എന്നൊക്കെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വായിച്ച് ഇത് പഠിക്കണമല്ലോ എന്ന് കരുതി ഇസ്രായേലിനെ നോക്കി ഇസ്രായേലിൻ്റെ വചനത്തിൽ കൂടെ സഞ്ചരിച്ച് ദൈവപുത്രനെ യേശുവായെന്നാണ് ഇസ്രായേൽ പേര് നൽകിയിരിക്കുന്നത്. അത് മലയാളത്തിൽ വന്നപ്പോൾ യേശു എന്നായി, ഇംഗ്ലീഷ് വന്നപ്പോൾ ജീസസായി. ഇങ്ങനെ പല രീതിയിലും തോന്നുന്ന പോലെ പേരുകൾ എഴുതിയും വായിച്ചും അവനെന്നും ഇവനെന്നുമൊക്കെ വിളിച്ച് പല ആൾക്കാരും ആരാധിക്കുന്നു. പക്ഷെങ്കിൽ ഞാനൊരു 5-6 വർഷമായിട്ട് ബൈബിൾ വായിക്കുമ്പോൾ അവനെന്നുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി. അവിടെ കർത്താവെ അങ്ങെന്നും അവിടുന്നെന്നും ഒക്കെയായി സ്നേഹത്തോടെ അഭിസംബോധന ചെയ്യുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നാമം എന്താണ്? ആ നാമം പോലും ശരിക്കും അറിയത്തില്ല ഏത് നാമമാണെന്ന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്ന് പറഞ്ഞ് ആ പറഞ്ഞതുപോലെ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറയുന്നു. അത് അപ്പൊസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ ആ അപ്പൊസ്തലന്മാർക്ക് ആ പരിശുദ്ധാത്മാവിനാൽ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയത് നാമം യേശുവ എന്നുള്ള നാമമാണ്. യേശുവ മശിക എന്നുള്ള നാമമാണ് അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇസ്രായേലിനെ നോക്കി ഇസ്രായേലിൻ്റെ വചനം, ഇസ്രായേലിൽ നിന്നും വന്ന വചനങ്ങളെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഈ മലയാളത്തിൽ എഴുതിയിരിക്കുന്നതിനകത്ത് പല തെറ്റുകളുമുണ്ട്. ആ ഇസ്രായേലിൽ അവർ യഹോവ എന്നുള്ള സ്ഥാനത്ത് അദോനായി, യജമാനനെ, അപ്പ, പിതാവേ എന്നൊക്കെ അവർ ആ സ്നേഹത്തോടെ വിളിക്കുന്ന ആ സംബോധന ചെയ്യുന്ന ആ രീതികളൊക്കെ മാറി ഈ മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ വന്നപ്പോൾ അത് ഒരു ബഹുമാനവുമില്ലാതെ ദൈവത്തെ കയറി അവനെന്നും ഇവനെന്നും പല പേരുകൾ നൽകി വിളിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ നാമം ശരിക്കും മനസ്സിലാക്കുക. അത് വചനം വായിച്ച് ആ വചനത്തിൽ സ്വീകരിച്ച് ആ വചനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് പലതും വെളിപ്പെട്ട് കിട്ടും. ഈ അന്ത്യകാലത്ത് ഈ സ്വസ്ഥതയിൽ ഈ ശബാത്ത് ദിവസത്തെ അനുസരിക്കുവാൻ ശ്രമിക്കുക. കൂടുതൽ വചനങ്ങൾ പറയുവാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം വെളിച്ചദൂതൻ്റെ വേഷം കെട്ടിയും പിശാച് വചനങ്ങൾ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. പിശാചിനോട് ചോദിച്ചാൽ വചനങ്ങൾ ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ വചനം കൂടുതൽ പറയുന്നതിൽ കാര്യമില്ല. ബൈബിളുകൾ വായിച്ച് മനസ്സിലാക്കുക. ബൈബിൾ വായിക്കാതെ പലരും പല രീതിയിലും പറയുന്നതും കേട്ട് പലയിടത്തും ആൾക്കാർ രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ്. ഒടുവിൽ അസുഖം ബാധിച്ച് ഉള്ള പൈസയെല്ലാം ആശുപത്രിയിലും കൊടുത്ത് തട്ടിപ്പോയി കഴിയുമ്പോൾ ഈ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വചനത്തെ അനുസരിക്കുവാൻ, ഈ വചനത്തിൽ വിശ്വസിക്കുവാൻ ആൾക്കാരുടെ കണ്ണുകളെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.